ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ബിഗിനേഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടൻസിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പ് നമ്മൾ കണ്ടിരുന്നു. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എങ്ങനെയായിരിക്കും ഒരു ബിസിനസ്സിൻ്റെ സെയിൽസ് ഫ്ലോ എന്നാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു കൊട്ടേഷൻ കൊടുക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് നമ്മൾ സെയിൽ ഓർഡറിലേക്ക് അല്ലെങ്കിൽ ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, ദെൻ അതിൻ്റെ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നതും ക്രെഡിറ്റ് നോട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബിസിനസ്സിൻ്റെ പർച്ചേസ് ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ്. പർച്ചേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ പർച്ചേസിൻ്റെ ഒരു പ്രോസസ് ഫ്ലോ ആണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ ചെറുതാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രോസസ് ഫ്ലോ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ നേരിട്ട് ഒന്നുകിൽ നമ്മൾ പർച്ചേസ് ഓർഡർ എന്നൊരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്തിട്ട് ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യും. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഒരു വെണ്ടറിനെ കോൺടാക്ട് ചെയ്തിട്ട് വിളിച്ച് പറയും ഞങ്ങൾക്ക് ഇന്ന ഇന്ന സാധനം വേണമെന്ന് പറയുകയാണെങ്കിൽ അവരത് ഡെലിവർ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ നേരെ അത് ഒരു പർച്ചേസ് ബില്ലായിട്ട് ബുക്ക് ചെയ്താൽ മതി. ഇനി അതല്ല, നമുക്ക് കുറച്ചുകൂടി ഒരു മീഡിയം അല്ലെങ്കിൽ ലാർജ് എന്റർപ്രൈസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു പർച്ചേസ് ഫ്ലോ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫ്ലോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അതിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ആദ്യമായിട്ട് ആ ഒരു നമ്മുടെ ആ ഒരു സെയിൽ പോയിന്റിലുള്ള എംപ്ലോയീസ് ഐഡന്റിഫൈ ചെയ്യും ഇന്ന സ്റ്റോക്ക് ഷോർട്ട് ആണെന്നുള്ളത്. അത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫോം ചെയ്യും. അപ്പോൾ ഇൻഫോം ചെയ്യുന്ന സമയത്ത് ആ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയീസ് ഒരു പർച്ചേസ് റിക്വസിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസിഷൻ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ പർച്ചേസ് റിക്വസ്റ്റ് അവർ എന്ത് ചെയ്യും, മാനേജ്മെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യും. മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും അപ്രൂവൽ കിട്ടി കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കുറേ വെൻഡേഴ്സിന് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവരുടെ അടുത്ത് ഓരോ വെൻഡേഴ്സിന്റെ അടുത്തുനിന്നും കൊട്ടേഷൻസ് എടുക്കും. ആ കൊട്ടേഷൻസ് കമ്പയർ ചെയ്തിട്ട് ആരാണോ ബെസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്തത് ആ വെൻഡർക്കായിരിക്കും ഇവർ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ പി ഒ കൊടുക്കുന്നതിന് മുന്നേ തന്നെയും ഒരു അപ്രൂവൽ ഉണ്ടെങ്കിൽ അതും മാനേജ്മെന്റിന്റെ അടുത്തുനിന്ന് അപ്രൂവൽ എടുത്തിരിക്കണം. അടുത്ത സ്റ്റെപ്പാണ് നമ്മളൊരു പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്തു. അപ്പോൾ വെണ്ടർ അത് റിസീവ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അവർ ഈ ഗുഡ്സ് എല്ലാം കൂടി പാക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു പ്ലേസിലേക്ക് ഡെലിവർ ചെയ്തു. ഡെലിവർ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഗുഡ്സ് റിസീവ്ഡ്. ആ ഒരു ഗുഡ്സ് റിസീവ്ഡ് ചെക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ആ ഒരു ഗുഡ്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യും. നമ്മൾ പി ഒ കൊടുത്തനുസരിച്ച് എല്ലാ ക്വാണ്ടിറ്റിയും റിസീവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എല്ലാ ഗുഡ്സും പ്രോപ്പർ ആയിട്ടാണോ പാക്ക് ചെയ്തേക്കുന്നതും അതിന്റെ കണ്ടീഷൻസ് എങ്ങനെയാണ്, എന്തെങ്കിലും ഡാമേജ് ഗുഡ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടായിരിക്കും അവരത് ആ ഒരു ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്നൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. GRN എന്ന് നമ്മൾ പറയും. GRN പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയറിലുള്ള ഫിസിക്കൽ സ്റ്റോക്ക് അപ്പാവാണ് ചെയ്യുന്നത്, നമ്മൾ അത് റിസീവ് ചെയ്യുന്നത് സമയത്ത്. അതിനുശേഷം ഈ ഡിപ്പാർട്ട്മെന്റ് അത് ഈ പർച്ചേസ് ബില്ല് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും. അപ്പൊ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പർച്ചേസ് ബില്ല് റെക്കോർഡ് ചെയ്യുന്നത്. പർച്ചേസ് ബില്ല് റെക്കോർഡ് ചെയ്തിട്ട് അവരത് എന്ത് ചെയ്യും, പേയ്മെന്റിനായിട്ട് പ്രോസസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു പർച്ചേസ് ബില്ലിനും അപ്രൂവൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിസ്റ്റവും ഫോളോ ചെയ്യണം. അതിനുശേഷം ഈ ഒരു വെൻഡറിന്റെ പേയ്മെന്റിന്റെ ഡ്യൂ ഡേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആ പേയ്മെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഇനി നമ്മൾ ഈ ഒരു GRN ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ആയിട്ടുള്ള ഗുഡ്സ് കാണുവാണെങ്കിൽ നമ്മൾ അത് വെൻഡർക്ക് റിട്ടേൺ ചെയ്യും. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു, നമ്മൾ സെയിൽസ് റിട്ടേണിന്റെ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് നോട്ട് ആണ്. പർച്ചേസ് റിട്ടേണിന്റെ സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഡെബിറ്റ് നോട്ട് ആണ്. ഈ ഡെബിറ്റ് നോട്ട് നമ്മൾ സോഹോ ബുക്സിലൊക്കെ നെയിം ചെയ്യുന്നത് വെൻഡർ ക്രെഡിറ്റ് എന്നാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ബില്ലിന് അഗനസ്റ്റ് അല്ലെങ്കിൽ ഒരു വെൻഡർക്ക് അഗനസ്റ്റ് ഒക്കെ നമ്മൾ ഇതുപോലെ ഡെബിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകിൽ നമുക്ക് അതിന്റെ റീഫണ്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മളത് ഇനി വരുന്ന പർച്ചേസ് ബില്ലിനോട് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് കൊടുത്താലും മതിയാവും. ഇത്രയാണ് ഒരു പർച്ചേസിന്റെ പ്രോസസ് ആയിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഒരു പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ബില്ലിന്റെ പ്രോസസ്സ് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു പർച്ചേസ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. അതിലുണ്ടാവുക നമ്മുടെ ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ബിൽ നമ്പർ എന്നും അതിനെ, ബിൽ ഡേറ്റ് ഉണ്ടാവും, ദെൻ ആ ഒരു വെൻഡറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അവരുടെ നെയിം, അവരുടെ GST നമ്പർ, അതേപോലെ തന്നെ വാറ്റ് നമ്പർ, ദെൻ അഡ്രസ്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ദെൻ ബയേഴ്സ്, നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മുടെ ഓർഗനൈസേഷന്റെ നെയിമും വാറ്റ് അല്ലെങ്കിൽ GSTയും അഡ്രസ്സും ഒക്കെ ഉണ്ടാവും. അടുത്തത് നമ്മൾ കൊടുത്ത PO നമ്പർ ഒരു റെഫറൻസ് നമ്പർ ആയിട്ടുണ്ടാവും. ദെൻ ഒരു ടേബിൾ ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, വാറ്റ് ഉണ്ടെങ്കിൽ വാറ്റ്, അല്ലെങ്കിൽ GST ആണെങ്കിൽ GST, ദെൻ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ടോട്ടൽ, ഈ കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ ഈ ഡിസ്കൗണ്ടിന്റെ കാര്യം പറയുമ്പം, അതായത് നമ്മൾ ഡിസ്കൗണ്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം.
ഒന്ന് ടോട്ടലായിട്ടൊരു ട്രാൻസാക്ഷൻ ലെവൽ ഡിസ്കൗണ്ട് തരുന്നു. നമ്മളറിയാം നമ്മൾ ഇതിൽ സാധനമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുവാണെങ്കിൽ അത് ഇൻവോയ്സിന്റെ ഏറ്റവും അടിയിലായിട്ട് ടോട്ടൽ എമൗണ്ടിൽ നിന്ന് കുറച്ചിട്ട് ഒരു നെറ്റ് എമൗണ്ട് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ചില സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ലൈൻ ഐറ്റം ലെവലിൽ തന്നെ ഡിസ്കൗണ്ട് കിട്ടും. അതായത് ഓരോ പ്രൊഡക്റ്റിനും ഇത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിന് നമ്മൾ പറയുന്നത് ലൈൻ ഐറ്റം ലെവൽ ഡിസ്കൗണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം നമ്മുടെ ഈ പർച്ചേസ് ബില്ലിൽ ഏത് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ആണോ അതനുസരിച്ച് വേണം നമ്മളത് അക്കൗണ്ട് ചെയ്യാനായിട്ട്. ഇനി പർച്ചേസിന്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ലാൻഡഡ് കോസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഡിസ്കൗണ്ട് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട്സിലൊക്കെ പഠിച്ചിരിക്കുന്നത് എക്സ്പെൻസിൽ മൈനസ് ഫിഗർ ആയിട്ട് വരുന്ന ഒരു കാര്യമായിട്ടാണ്. ഇങ്ങനെയിലേക്ക് ബുക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഐറ്റം കോസ്റ്റിൽ നിന്ന് തന്നെ കുറച്ചിട്ട് ആ നെറ്റ് കോസ്റ്റ് നമുക്ക് ഒരു അസറ്റിന്റെ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ കോസ്റ്റ് ആയിട്ട് ഫെച്ച് ചെയ്യുന്ന മതി എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ലാൻഡഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ആപ്ലിക്കബിൾ ഉണ്ടാവുക നമ്മൾ സാധനം ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ബിൽ ഓഫ് എൻട്രിയും ഷിപ്പിംഗ് ചാർജസ് ഒക്കെ ആയിരിക്കും ഇതിൽ വരുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഈ ഒരു കാര്യം കൂടി എൻട്രി ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മൾ പർച്ചേസ് ബില്ലിലേക്ക് വരുന്ന സമയത്ത് താഴേക്ക് അതിന്റെ ടോട്ടലും അതിന്റെ ഡ്യൂ ഡേറ്റും അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ചെല്ലുന്ന സമയത്ത് ആദ്യം ആ ഒരു ഫോളോ ചെയ്യുന്ന പർച്ചേസ് പ്രോസസ്സ് എന്താണെന്ന് അറിയണം. ഒരു വെണ്ടറിന് പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടാണോ സാധനം പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പി ഒ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ അവർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ബില്ല് എൻട്രി ചെയ്യേണ്ടത്. ഇനി അതെല്ലാം പി ഒ ഒന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നേരെ അവരെ കോൺടാക്ട് ചെയ്ത് ആ സാധനം വേണമെന്നുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഡയറക്റ്റ് ആയിട്ട് അത് പർച്ചേസ് ബിൽസ് ആയിട്ട് എൻ്റർ ചെയ്താലും മതി. ഡോക്യുമെന്റ് ഫയലിംഗ് ആൻഡ് കീപ്പിംഗ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പർച്ചേസ് ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം അത് നമ്മുടെ GST ഫയൽ ചെയ്യാനാണെങ്കിലും ഇൻകം ടാക്സിന്റെ പെർസ്പെക്റ്റീവിലൊക്കെ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.